ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ശ്രീകാന്തേട്ടൻ നാട്ടിൽ വന്ന സമയത്ത് എങ്കിൽ പിന്നെ അങ്ങനെ ഒരു ട്രിപ്പ് പൊക്കളയാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്കിലോട്ടാണ് കേട്ടോ പോണത്. ആലപ്പുഴ ഹൗസ് ബോട്ടിലാണ്. അപ്പോൾ ഞാനും ലക്ഷ്മിയേച്ചിയുടെ ഫാമിലിയും കൂടെ ചേർന്നിട്ടാണ് പോണത്. അപ്പോൾ പോണ വഴിക്ക് തന്നെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അമ്മ വീടെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കയറി. അവിടെ നിന്ന് അപ്പം മുട്ടക്കറി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ കണ്ണുമ്മയ്ക്ക് ചെറുതായിട്ട് വയറുവേദന എന്ന് പറഞ്ഞിട്ട് അവൾ സാത്തുവിൻ്റെ മടിയിൽ അങ്ങ് കിടപ്പുണ്ടായിരുന്നു. ഏകദേശം ഒരു 12 മണിയോടെ ഞങ്ങൾ ആലപ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഞങ്ങളുടെ ഹൗസ് ബോട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് 2 ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് റൂം, ഇത് സെക്കൻഡ് റൂം, പിന്നെ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നേ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും തന്നെ നല്ല ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. ഹൗസ് ബോട്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ലൊരു മണമായിരുന്നു, നല്ലൊരു ഫ്രഷ്നെസ് ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾക്ക് വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നേ. ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് എനിക്കതൊന്ന് മിസ്സായി കേട്ടോ. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രിങ്ക്സൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ച് കുടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം എന്താ കായലിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു സൈലൻറ്റ് കാം അങ്ങനത്തെ ഒരു എന്തു പറയാനായിട്ട് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ആ ഒരു വ്യൂവും കണ്ട് അങ്ങനെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു. പിന്നെ കുറേ നേരം നമ്മുടെ പിള്ളേർ സെറ്റുകളൊക്കെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് നോക്കി നിൽക്കുകയായിരുന്നേ. പ്രത്യേകിച്ച് കല്ലുമ്മയ്ക്ക് വെള്ളം കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. അവൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോകണമെന്നൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നേ. അങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ച് വന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചോറ്, അതുപോലെ കരിമീൻ പൊരിച്ചത്, പിന്നെ തോരൻ, മെഴുക്ക് പുരട്ടി, സാലഡ്, അച്ചാർ, സാമ്പാർ, പുളിശ്ശേരി, ഇത്രയും കുട്ടിയായിരുന്നു കേട്ടോ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്ന് പറയണത്. അപ്പോൾ ലഞ്ചൊക്കെ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു 3-3:30 ആയപ്പോഴത്തേക്കും ഞങ്ങളെ ഇങ്ങനെ മീൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെമ്മീനും കരിമീനും പിന്നെ സിലോപ്പി ഓരോന്നിനും ഓരോ റേറ്റ് ഇട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കായൽ കൊഞ്ചും ഒക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ അതിൽ നിന്ന് 3 സിലോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിത്തേക്ക് കറി വയ്ക്കാനാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഈ ഞണ്ട് കൊണ്ടുവന്നത്. ഞണ്ട് ശരിക്കും പറഞ്ഞാൽ മരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അതിങ്ങനെ ചാവാതെ കിടന്ന് പിടയ്ക്കണുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു അമ്മുമ്മയും അപ്പൂപ്പനും തന്നെ അതിനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 5 മണിയായപ്പോൾ നമ്മുടെ ബോട്ട് അവർ ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നേ. ഹോൾട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് രാത്രിത്തെ ഡിന്നറിന് ചപ്പാത്തിയും അതുപോലെ പൊട്ടറ്റോ ഫ്രൈയും പിന്നെ പരിപ്പ് കറിയും പിന്നെ രാവിലത്തെ ചോറുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കൻ കറിയും ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത മീൻ കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മീൻ കറി വെച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടില്ലായിരുന്നു, ഫ്ലോപ്പായിരുന്നേ. പിന്നെ രാവിലെ വീണ്ടും എണീറ്റപ്പോഴത്തേക്കും എല്ലാം നൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും ഇഡലി സാമ്പാറും അതിൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളി ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള തക്കാളി ഫ്രൈയും പിന്നെ ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 നേരത്തെ ഫുഡാണ് കേട്ടോ നമുക്കിതിൽ ഇൻക്ലൂഡായിട്ട് വരുന്നതെന്ന് പറയണത്. നമ്മൾ ചെല്ലുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക്, ഉച്ചയ്ക്കത്തെ ലഞ്ച്, രാത്രിത്തെ ഡിന്നർ, പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇത്രയാണ് ഇൻക്ലൂഡായിട്ടുള്ളത്. ഈ 2 ബെഡ്റൂം വരുന്ന ആ ഒരു ഇതിന് ഏകദേശം 10-250 ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്ക് നല്ലൊരു ചാറ്റൽ മഴ വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ കയറിയപ്പോഴത്തേക്ക് ആ ഒരു ചാറ്റൽ മഴ കിട്ടണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ എന്തായാലും റോയൽ ക്രൂസ് എന്ന് പറഞ്ഞൊരു ബോട്ടിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ